ടി വിയിൽ വന്നിരുന്നിട്ട് വർഷങ്ങൾ പഴക്കമുള്ള കാര്യങ്ങൾ ജനങ്ങൾക്ക് ഓർമ്മയില്ല എന്ന് കരുതി, അല്ലെങ്കിൽ ജനങ്ങളുടെ മനസ്സിലില്ല എന്ന് കരുതി, അല്ലെങ്കിൽ ഇത്തരത്തിൽ കള്ളങ്ങൾ അടിച്ചു വിടരുത്. RSSന്റെ ടോളസ്റ്റ് ക്ലെയിമുകൾ എല്ലാം ഫാൾസ് ആണ്, വ്യാജ അവകാശവാദം. RSS എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ കുറിച്ച് ഈ രാജ്യത്ത് നിരവധി മഹാന്മാരായിട്ടുള്ള ആളുകൾ, ശ്രീ ജസ്റ്റിസ് KT തോമസ് ഉൾപ്പെടെ, ജേക്കബ് തോമസ് ഉൾപ്പെടെ എത്രയോ ആളുകൾ, മലയാളികളായിട്ടുള്ള ആളുകൾ തന്നെ, ഹിന്ദു മതവിഭാഗത്തിൽ പെടാത്ത ആളുകൾ തന്നെ രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ, ചരിത്ര വസ്തുവായിട്ട് മുന്നിലുണ്ടല്ലോ. കേളപ്പജി അദ്ദേഹം അവസാന കാലത്ത് ആരോടൊപ്പമായിരുന്നു? സംഘത്തോടൊപ്പമായിരുന്നില്ലേ? തളിക്ഷേത്ര പ്രക്ഷോഭത്തെ കുറിച്ച് ഓർമ്മയില്ലേ? മലപ്പുറം ജില്ലയിൽ അദ്ദേഹത്തിന്റെ സ്ഥലത്ത് പെരിന്തൽമണ്ണയ്ക്കടുത്ത് അങ്ങാടിപ്പുറത്ത് നടന്ന തളിക്ഷേത്ര പ്രക്ഷോഭത്തെ കുറിച്ച് അദ്ദേഹത്തിന് അറിയുന്നുണ്ടാവില്ല ഒരു പക്ഷേ. അതിലൊക്കെ കേളപ്പജി ആരോടൊപ്പമായിരുന്നു? സംഘത്തോടൊപ്പമായിരുന്നു. ഈ സംഘത്തോടൊപ്പം ഈ രാജ്യത്തെ മഹാന്മാരായിട്ടുള്ള നിരവധി ആളുകൾ കടന്നു വന്നിട്ടുണ്ട്. ഞങ്ങൾ ഹോസ്പിറ്റൽ നടത്തുന്നത് വയനാട്ടിലെ മുട്ടിലും അട്ടപ്പാടിയിലെ മുക്കാലിയിലും ഒക്കെയാണ്. പാവങ്ങൾക്ക് 10 രൂപ പോലും കൊടുക്കേണ്ടി വരാതെ സൗജന്യമായി ചികിത്സ നടത്തുന്നു ആദിവാസി മേഖലകളിൽ. നിങ്ങൾ എവിടെയാ ഉള്ളത്? ഈ രാജ്യത്തെ ആദിവാസി മേഖലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായിട്ട് ഒക്കെ ഏകൽ വിദ്യാലയങ്ങളായിട്ട് 50,000-ലധികം ഏകൽ വിദ്യാലയങ്ങളാണ് RSS നടത്തുന്നത്. നിങ്ങൾക്കറിയോ? 50,000-ലധികം. ഈ രാജ്യത്ത് സേവാഭാരതി എന്ന് പറയുന്ന പ്രസ്ഥാനം ലോകത്തിലെ തന്നെ സേവാ സംഘടനകളിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്നു. ഈ ഇന്ത്യ മഹാരാജ്യത്തെ ഏറ്റവും വലിയ തൊഴിലാളി പ്രസ്ഥാനം RSSന്റേതല്ലേ? ഭാരതീയ മസ്ദൂർ സംഘമല്ലേ ഈ രാജ്യത്തെ ഏറ്റവും വലിയ തൊഴിലാളി പ്രസ്ഥാനം? ഈ രാജ്യത്തെ ഏറ്റവും വലിയ വിദ്യാർത്ഥി പ്രസ്ഥാനം അത് ABVP അല്ലേ? ഈ രാജ്യത്തെ ഏറ്റവും വലിയ രാജനൈതിക സംഘടന അത് ഭാരതീയ ജനതാ പാർട്ടി അല്ലേ? 1925 തുടങ്ങിയ RSS ഇന്ന് എവിടെ നിൽക്കുന്നു? ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് നിങ്ങളെ ഇരുത്തേണ്ടടുത്ത് ഇരുത്തിയത്.